കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരാളാണോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണോ? എങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടോട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് കല്യാണം കഴിച്ച ആൾക്കാരെ ഒരു ഉപദേശമുണ്ട്. എടാ, പഴയ ബാച്ചിലർ ലൈഫിന്റെ വൈബൊക്കെ മൊത്തം നഷ്ടപ്പെടുട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രികളിൽ നേരത്തെ വീട്ടിൽ കയറേണ്ടി വരുട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവനെ നിരുത്സാഹപ്പെടുത്തും. പക്ഷേ ഭാര്യന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ നടന്ന ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. വളരെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാനിങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത്, കടം കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പല ഭാഗത്തുനിന്നായിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത് ഇനിയും കുറച്ചും കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മൈൻഡ് ഓക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു എന്റെ വൈഫിനോട്. അപ്പൊ ഓള് പറഞ്ഞ് എന്നാ പോവാ, ഇപ്പം പോയി കഴിഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ, 2 മാസമല്ലായിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 2 മാസം കൊണ്ട് ഞാൻ ഒരുപാട് പ്രഷർ ഇങ്ങനെ തലയിൽ കയറിയിട്ടുള്ളത്, എനിക്കൊന്ന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി പെട്ടിയും പാക്ക് ചെയ്ത് നാട്ടിൽ പോയി. വീട്ടിലേക്ക് കയറി ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഉമ്മയും വാപ്പയും പറഞ്ഞ് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ എനിക്കുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഈ ഇങ്ങോട്ട് നടന്നു വന്നത്, എന്തിനാണ് ഇത്രയും പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ആകെ തളർന്ന്. കാരണം എന്റെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും മനസ്സിലായിട്ടില്ല. ഓലെ മനസ്സിലെ വേദന കൊണ്ടായിരിക്കും ഓല അങ്ങനെ പറഞ്ഞത്. എന്റെ മോനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ, ഇനി ഓൻ എന്താക്കും, ഇനി എന്നോ എന്താക്കും എന്നുള്ള ഉമ്മാന്റെയും ഉപ്പാന്റെയും ആവലാതി കൊണ്ടായിരിക്കും ഓല അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഉമ്മയും ഇപ്പി അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് വിഷമിച്ച് ഞാൻ അങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് എന്റെ റൂമിലേക്ക് വന്നിട്ട് എന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പറഞ്ഞേ, ഇതൊക്കെ മുൻകൂട്ടി എനിക്ക് അറിയായിരുന്നു. ഉമ്മയും വാപ്പൊക്കെ ഇങ്ങനെ പറയും, അത് നിങ്ങളെ ഉമ്മയും ഇപ്പിയാണ് പറഞ്ഞത്, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. നിങ്ങളെ വിഷമം എന്താണ്, നിങ്ങളെ സങ്കടം എന്താണെന്നുള്ളത് ഈ ദുനിയാവിൽ ആര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കും. പ്രയാസപ്പെടണ്ട കേട്ടോ, പഠിച്ചോ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം തന്നൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവും, ഈ ദുനിയാവിൽ ആരെങ്കിലും ഞങ്ങളെ താങ്ങി പിടിക്കാൻ ഉണ്ടാവും എന്നുള്ള ചിന്ത നമുക്ക് വരുത്ത്. നിന്റെ സ്വഭാവം എങ്ങനാണോ അതുപോലെ ആയിരിക്കും നിന്റെ ഭാര്യന്റെ സ്വഭാവം. നീ നല്ല രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഉപരി നല്ല രീതിയിൽ അവൾ നിന്നെയും ട്രീറ്റ് ചെയ്യും. രാത്രി കാലങ്ങളിൽ നിനക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് പാർട്ണറായിട്ട് നിങ്ങളെ ഭാര്യനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അത്രയും രസമുള്ളൊരു വൈബ് വേറെ ഉണ്ടാവില്ല.